തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യവകുപ്പിനെതിരെ മരിച്ച ബിസ്മീറിന്റെ കുടുംബം വീണ്ടും രംഗത്ത് വരികയാണ്. ബിസ്മീറിന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണവും വന്നിട്ടില്ല എന്ന് ഭാര്യ ജാസ്മിൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മരണകാരണം ഹൃദയാഘാതം മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുടുംബം തള്ളുകയാണ്. നീതി കിട്ടിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇക്കഴിഞ്ഞ മാസം 19-നാണ് തിരുവനന്തപുരം വിളപ്പിൽശാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ 37-കാരൻ ബിസ്മീർ മരിക്കുന്നത്. പിന്നാലെ തന്നെ കൃത്യമായ ചികിത്സ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. ആ ചെയറിൽ കൊണ്ടിരുത്തുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ബോധം പോവുകയാണ്. ആക്ച്വലി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതായിരുന്നു. അവിടെ പൾസ് നോക്കിയിട്ടില്ല, ECG എടുത്തിട്ടില്ല. ഈ സംവിധാനങ്ങളെല്ലാം CHCയിലില്ലേ? എന്തുകൊണ്ട് ആ ചെയറിൽ നിന്ന് നേരെ ഒരു ബെഡിലോട്ട് കിടത്തിയിട്ട് ഇതൊന്നും നോക്കിയില്ല? പൾസ് നോക്കിയെങ്കിൽ അറിയാതിരിക്കാമല്ലോ. എന്തുകൊണ്ട് പൾസ് നോക്കിയില്ല? എന്തുകൊണ്ട് ECG എടുത്തില്ല? എന്തുകൊണ്ട് CPR കൊടുത്തില്ല? ഇത് തന്നെയാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ചോദ്യം. ഇത് തന്നെയാണ്. പ്രാഥമികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നുവെന്നും CPRഉം ഓക്സിജനും ഇഞ്ചക്ഷനും ആശുപത്രിയിൽ നിന്നും നൽകിയ ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയതെന്നും ഉൾപ്പെടെയുള്ള ആശുപത്രി അധികൃതരുടെ വാദം കുടുംബം അപ്പാടെ തള്ളിക്കളയുകയാണ്. 17-ാം തീയതി പുലർച്ചെ കൊണ്ടുപോകുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പാടാകാം. അല്ലാതെ 19-ാം തീയതി 1 മിനിറ്റ് താഴെയുള്ള നെബുലൈസേഷൻ, അതിലും പകുതിയാണ് ഓക്സിജൻ കൂടെ കൊടുത്തത്. അതല്ലാതെ വേറെ ഒരു ചികിത്സയും അവിടെ ചെയ്തിട്ടില്ല. വെറുതെ കസേരയിൽ നിന്ന് വീൽചെയറിലോട്ട് മാറ്റി അവിടെ നിന്ന് ആംബുലൻസിലോട്ട് മാറ്റി. ഇതാണ് അവിടെ ചെയ്ത പ്രാഥമിക ചികിത്സ. ആരോഗ്യവകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള നീതിയും ലഭിക്കുമെന്ന പ്രതീക്ഷ ഇനിയില്ലെന്നും ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ പറയുന്നു. അത്യാസന്ന നിലയിലായിരുന്ന ബിസ്മീറുമായി ആശുപത്രിയിലെത്തിയപ്പോൾ ജീവനക്കാരുടെ പെരുമാറ്റം മോശമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന്റെ വാർത്തകൾ ഇതാദ്യമായല്ല പുറം ലോകത്തേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ആവർത്തിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? ഉത്തരം നൽകേണ്ടത് ആരോഗ്യവകുപ്പും സർക്കാരുമാണ്. അതോ ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ പറഞ്ഞതുപോലെ ഇത് അവരുടെ മാത്രം തീരാനഷ്ടമായി എഴുതി തള്ളേണ്ടി വരുമോ? ക്യാമറാമാൻ നെല്ലൈ മുരുകനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.